ക്വസ്റ്റ്യൻ നമ്പർ 24. ചോദ്യം എടുത്തിരിക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നാണ്. ഓർഗാനിക് കെമിസ്ട്രിയിലെ പല ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്ത ചോദ്യമാണ്. ഇന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റൂല. വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ഹാലോആൽക്കൻസ് ആൻഡ് ഹാലോഅരീൻസ് ഉണ്ട്, അതുപോലെ തന്നെ കാർബോക്സിലിക് ആസിഡ്സിന്റെ ഉണ്ട്, അമീൻസ് ഉണ്ട്. പല ടോപ്പിക്കുകൾ കമ്പൈൻ ചെയ്ത, പല ചാപ്റ്ററുകൾ കമ്പൈൻ ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണത്. മൾട്ടിപ്പിൾ ചാപ്റ്ററുകൾ വരുന്നുണ്ട്. മക്കൾ നോക്കൂ, ക്ലോറോബെൻസീനെ മെഗ്നീഷ്യം ഡ്രൈ ഈതറുമായി ട്രീറ്റ് ചെയ്യുന്നു. ക്ലോറോബെൻസീൻ ചോദ്യം കൃത്യമായി മനസ്സിലാക്കണം. എന്താ വേണ്ടത്? ഈ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബി കിട്ടും. 11.25 മില്ലിഗ്രാം ഓഫ് ക്ലോറോബെൻസീൻ ആണ് ബെൻസീനിൽ നിന്ന് എത്ര മില്ലിഗ്രാം ബി കിട്ടുമെന്നാണ് ചോദ്യം. അപ്പോൾ ഇവന്റെ ഗിവൺ മാസ് ഉണ്ട്, എത്ര മില്ലിഗ്രാം ബി കിട്ടുമെന്നാണ് ചോദ്യം. അപ്പൊ ബി ആരാണെന്ന് ആദ്യമേ കണ്ടുപിടിക്കണം മക്കളെ. ക്ലോറോബെൻസീൻ അല്ലെ, മെഗ്നീഷ്യം ആൻഡ് ഈതർ, ഫിനൈൽ മെഗ്നീഷ്യം ക്ലോറൈഡ് അഥവാ ഗ്രിഗ്നാർഡ് റിയേജന്റ് കിട്ടും. ഇവനെ നമ്മൾ എന്ത് ചെയ്യണം? കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തിയാൽ ഗ്രിഗ്നാർഡ് റിയേജന്റ് എന്തായിട്ട് മാറും? ബെൻസോയിക് ആസിഡ് ആയിട്ട് മാറും. ഈ ബെൻസോയിക് ആസിഡിനെ അമോണിയയുമായി ട്രീറ്റ് ചെയ്യണം, എന്നിട്ട് ഹീറ്റ് ചെയ്യണം. അമോണിയയുമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ നമുക്ക് കിട്ടുക? അമോണിയം സാൾട്ട് കിട്ടും. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ എന്തായി മാറും? അമൈഡായി മാറും. റെഡി? ഈ അമൈഡിനെയാണ് നിങ്ങളോട് എന്ത് ചെയ്യാൻ പറയുക? ഇതാണ് എ. ഈ അമൈഡാണ് എ, ബെൻസാമൈഡാണ് എ. അവനെയാണ് നമ്മൾ ബ്രോമിനും NaOH. നമുക്ക് കാണുമ്പോഴേ മനസ്സിലാകും ഹോഫ്മാൻ ബ്രോമോമൈഡ് ഡീഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. അനിലിൻ ആയിരിക്കും നിങ്ങൾക്ക് ആൻസർ കിട്ടുക. അപ്പൊ ബി എന്ന് പറയുന്ന അനിലിൻ ആണ്. നമുക്ക് മനസ്സിലായി 1 മോൾ ക്ലോറോബെൻസീനിൽ നിന്ന്, ശരിയല്ലേ, 1 മോൾ അനിലിനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറോബെൻസീൻ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് അനിലിൻ ആണ്. അപ്പൊ പിന്നെ ഈസിയാണ്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ക്ലോറോബെൻസീൻ എന്ന് പറഞ്ഞാൽ ഗിവൺ മാസ് ഓഫ് ക്ലോറോബെൻസീൻ 11.25 മില്ലിഗ്രാം അല്ലേ, ഗ്രാമിലേക്ക് മാറ്റണ്ടേ? അപ്പൊ നമ്മൾ അവനെ വേണ്ട, നമുക്ക് മില്ലിഗ്രാമിൽ തന്നെയാണ് ഫൈനൽ ആൻസർ വേണ്ട അല്ലെ. അപ്പൊ ഗ്രാമിലേക്ക് മാറ്റണം. കാരണം നമുക്ക് താഴെയുള്ള മോളാർ മാസ് ഗ്രാമിലാണല്ലോ നമ്മൾ എടുക്കുന്നത്. അതെ. അപ്പോൾ 11.25 × 10⁻³ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് ക്ലോറോബെൻസീൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ ഡാറ്റയും ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ 112.5 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു മക്കളെ ഗിവൺ മാസ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗിവൺ മാസ് ഓഫ് അനിലിൻ ആണല്ലോ. അപ്പൊ എക്സ്, അതും 10⁻⁻1 ഓർഡർ ആണ്. അപ്പൊ എക്സ് × 10⁻⁻1 മില്ലിഗ്രാം ആയിരിക്കില്ലേ? അതിനെ ഗ്രാമിലേക്ക് മാറ്റണമെങ്കിൽ 10⁻³ വേണമല്ലോ, ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് അനിലിൻ ഇസ് 93. നമ്മൾ ഇവിടുന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്ക് 93. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി? കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ, എത്രയായിരിക്കും ആൻസർ വരിക? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ താഴെ 10 വരും. ശരിയല്ലേ? താഴെ 10 വരും. 10 വന്നു കഴിഞ്ഞാൽ ഇനി എന്താ അവിടെ ബാക്കിയുള്ളത്? അതുപോലെ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്യാവുന്ന കുറെ സംഗതികളുണ്ട്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മൊത്തത്തിൽ ഒന്ന് എഴുതിയിട്ട് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് വേണ്ടത് x × 10⁻⁻1 ആണല്ലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 11.25 × 10⁻³ × 93 ഡിവൈഡഡ് ബൈ 112.5 × 10⁻³ അല്ലെ? യെസ്, 10⁻³ 10⁻³ പോകുന്നു. 11.25ഉം 112.5ഉം പോയാൽ താഴെ 10 വരും. അപ്പൊ മക്കളെ ആക്ച്വലി എത്രയാളാ വരുന്നത്? 93/10. 93/10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 9.3. അത് x × 10⁻⁻1 ആണേ. അപ്പൊ എക്സ് എത്രയാ? 93 ആണ്. എക്സ് ഇസ് 93. അപ്പൊ ആൻസർ വരിക 93 ആണ്. 93 × 10⁻⁻1. റെഡി അല്ലേ? യെസ്. സോ 93 ഈസ് ദ റൈറ്റ് ആൻസർ. 93 കറക്റ്റ് അല്ലേടാ മക്കളെ? സെറ്റ് ആണല്ലോ? ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? യെസ്, ക്ലിയർ.